Dear students, welcome to this video. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ തന്നെ മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള സ്റ്റോറേജ് ക്ലാസ്സിനെ കുറിച്ചാണ്. നമുക്ക് സാധാരണ രീതിയിൽ അറിയാം സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേരിയബിൾസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു വേരിയബിളിനെ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ഡിക്ലെയർ ദാറ്റ് വേരിയബിൾ. എങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്? വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എഴുതും ആൻഡ് ആഫ്റ്റർ ദാറ്റ് വേരിയബിളിൻ്റെ പേര് നമ്മൾ കൊടുക്കും അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഈ ഒരു ഡിക്ലറേഷനിൽ നിന്ന് എ ഇസ് ദ നെയിം ഓഫ് ദ വേരിയബിൾ ആൻഡ് ദിസ് വേരിയബിൾ ബിലോങ്സ് ടു ഇൻറ്റീജർ ടൈപ്പ്. അതുകൊണ്ട് തന്നെ മെമ്മറിയിൽ 2 ബൈറ്റ് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്, നമുക്കറിയാം. മെമ്മറിയിൽ ഒരു പെർട്ടിക്കുലർ ബൈറ്റ് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കും. ഇതിലൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വേരിയബിളിൻ്റെ പേരുമായിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ വേരിയബിൾ ഡിക്ലറേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വേരിയബിളിന് ഡാറ്റ ടൈപ്പോ അല്ലെങ്കിൽ പേരോ അതിന് മെമ്മറി ലൊക്കേഷനോ അല്ലാതെ തന്നെ വേറെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടിയുണ്ട്. അതിന് ഒരു സ്റ്റോറേജ് ക്ലാസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് സ്റ്റോറേജ് ക്ലാസ് സാധാരണ രീതിയിൽ 4 ടൈപ്പിലുള്ള സ്റ്റോറേജ് ക്ലാസ്സുകളാണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എല്ലാം തന്നെ വരുന്നത്. ഒന്നെങ്കിൽ ഓട്ടോ എന്ന് പറയുന്ന സ്റ്റോറേജ് ക്ലാസ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ, ആൻഡ് തേർഡ് വൺ ഇസ് ദ സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് കീവേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ദെൻ രജിസ്റ്റർ. ഇങ്ങനെ 4 സ്റ്റോറേജ് ക്ലാസ്സുകളാണ് സിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോറേജ് ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ ലൈഫ് ടൈം. വേരിയബിളിൻ്റെ മാത്രമല്ല, ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇത് എ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ്. അതുപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസും ഉണ്ട് അല്ലേ. അപ്പോൾ വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ ഫംഗ്ഷൻസിൻ്റെ അതിൻ്റെ സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിസിബിലിറ്റിയാണ്. അതായത് സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വേരിയബിളിനെ നമുക്ക് എവിടെയൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, ഏതൊക്കെ റീജിയൻസിൽ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, അതാണ് സ്കോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു വേർഡാണ് ലൈഫ് ടൈം. അതായത് ഒരു വേരിയബിള് എത്ര ടൈമാണ് അതിൻ്റെ ലൈഫ് ടൈം ആയിട്ടുള്ളത്, എത്ര സമയത്തേക്ക് അത് അലൈവ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെയും സ്കോപ്പിനെയും ലൈഫ് ടൈമിനെയും കൂടിയാണ് നമ്മൾ സ്റ്റോറേജ് ക്ലാസ്സിലൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിനൊരു ഡെഫിനിഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എ സ്റ്റോറേജ് ക്ലാസ് ഡിഫൈൻസ് ദ സ്കോപ്പ് ഓർ ദ വിസിബിലിറ്റി ആൻഡ് ലൈഫ് ടൈം ഓഫ് വേരിയബിൾസ് ഓർ ഫങ്ഷൻസ് വിത്തിൻ എ സി പ്രോഗ്രാം. ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ്, ഇത് എവിടെയൊക്കെ അത് ആക്റ്റീവാണ്, അതിൻ്റെ ലൈഫ് ടൈം എങ്ങനെയാണ്, എത്രത്തോളം നേരം അത് അലൈവ് ആയിരിക്കും, ഈ 2 കാര്യങ്ങളാണ് സ്റ്റോറേജ് ക്ലാസ്സിലൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സ്റ്റോറേജ് ക്ലാസ്സും 1 by 1 ആയിട്ട് നോക്കാം. നമ്മളതിൽ ഏറ്റവും ആദ്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് സ്റ്റോറേജ് ക്ലാസ് എന്നാണ്. അപ്പോൾ സ്റ്റോറേജ് ക്ലാസ് എന്താണെന്ന് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ദ സ്കോപ്പ് ഓർ വാട്ട് ഡു യു മീൻ ബൈ എ ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ 4 കാറ്റഗറി നോക്കാം 1 by 1 ആയിട്ട്. അതിനുശേഷം ഈ 4 കാറ്റഗറിയുടെയും ഒരു കമ്പാരിസൺ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോ എന്ന് പറയുന്ന കീവേഡ് അല്ലെങ്കിൽ ഓട്ടോ എന്ന് പറയുന്ന സ്റ്റോറേജ് ക്ലാസ്സിനെ കുറിച്ചാണ്. നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഏതൊരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരുപാട് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഇപ്പം ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു വേരിയബിൾ ആണ് നമ്പർ എന്ന് വിചാരിക്കുക. അതിനുശേഷം ഇതിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്ന വേരിയബിള് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് മാത്രമല്ലേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ കാൺ യൂസ് ദിസ് വേരിയബിൾ ഇൻ സം അതർ ഫങ്ഷൻസ്, അല്ലെങ്കിൽ മറ്റ് വേറെ പ്രോഗ്രാമുകളിലേക്ക് ഒന്നും തന്നെ എനിക്ക് ഈ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ദിസ് വേരിയബിൾ ഈസ് ഡിക്ലെയർഡ് വിത്തിൻ ദിസ് ഫംഗ്ഷൻ ആൻഡ് ദിസ് വേരിയബിൾ ഈസ് എ ഓട്ടോമാറ്റിക് വേരിയബിൾ, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് ലോക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ഇന്റേണൽ വേരിയബിൾ. അങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെടും. ദിസ് ഈസ് ആൻ ഓട്ടോമാറ്റിക് വേരിയബിൾ മീൻസ് ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആർ ഡിക്ലെയർഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ ഇൻ വിച്ച് ദേ ആർ ടു ബി യൂട്ടിലൈസ്ഡ്. അതായത് ഈ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിനെ
നമ്മൾ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അകത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ ഈ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് മെയിൻ ഫംഗ്ഷൻ അകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ സ്കോപ്പ്, അതായത് ഇതിൻ്റെ അതാണ് ഞാൻ പറയുന്നത്, അതായത് സ്കോപ്പ് എന്ന് പറയുന്നത് എവിടെയെല്ലാം നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ലോക്കലാണ്. അതായത് ഈ ഒരു ഫംഗ്ഷനകത്ത് മാത്രമേ, അതായത് ഈ 2 കേളി ബ്രേസ് ആണ് ഈ ഒരു ഫംഗ്ഷന്റെ ബ്ലോക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് മാത്രമേ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ദീസ് ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആർ ക്രിയേറ്റഡ് വെൻ ഫംഗ്ഷൻ ഇസ് കോൾഡ് ആൻഡ് ഡിസ്ട്രോയിഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ ഫംഗ്ഷൻ ഇസ് എക്സിറ്റഡ് അല്ലേ. അതായത് ഇതിപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ കേസാണ് പറയുന്നത്. ഇനി മറ്റൊരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ കൊടുക്കുന്ന ഇപ്പോൾ മറ്റൊരു പേരാണ് ഇൻറ്റ് ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ് ഞാൻ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതൊരു ഫംഗ്ഷൻ ഡെഫിനിഷനാണ് അല്ലെ. ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ അവിടെ വെച്ചിട്ട് ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തു എന്ന് വിചാരിക്കുക. ഫംഗ്ഷൻ കോള്, അതിനുശേഷം വീണ്ടും സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനത്തെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തു വന്നു. അപ്പൊ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോള് ക്രിയേറ്റ് ആയി. ഫംഗ്ഷൻ കോൾ ചെയ്തു. കോൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഫംഗ്ഷനകത്തുള്ള നമ്പർ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് വേരിയബിൾ ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ അതിനകത്ത് നമ്പർ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ടൈപ്പിലുള്ള വേരിയബിൾ ഒരു മെമ്മറിയിൽ ഒരു സ്ഥലത്ത് ഇപ്പോൾ 1001 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ള ഒരു വാല്യൂ ഉണ്ടാവും അല്ലെ. പിന്നെ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നു. ഈ ബേസിസ് വന്നു കഴിഞ്ഞാൽ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞു, ഇവിടെ വെച്ച് കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി നമ്പർ എന്ന് പറയുന്ന ഈ വേരിയബിൾ അവിടെ ഡിസ്ട്രോയ് ആവുകയാണ്. ഓക്കെ. പിന്നെ എന്താണ് സംഭവിക്കുക? പിന്നെ എപ്പോഴാണോ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പിന്നീട് എപ്പോഴെങ്കിലും കോൾ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ വീണ്ടും മറ്റൊരു നമ്പർ എന്ന് പറയുന്ന പേരിൽ വേറൊരു മെമ്മറി ലൊക്കേഷൻ അലൊക്കേറ്റ് ചെയ്യുകയും അതിൽ ഇൻറ്റീജർ ടൈപ്പിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഓട്ടോമാറ്റിക് വേരിയബിൾസിൻ്റെ മറ്റൊരു പേരാണ് ലോക്കൽ ഓർ ഇൻറ്റേർണൽ വേരിയബിൾസ്. ലോക്കൽ വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ വേരിയബിൾസ്, ഓട്ടോമാറ്റിക് വേരിയബിൾസ് അതെല്ലാം തന്നെ ഒരു ഫംഗ്ഷനകത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആണ്. Okay, they are private or local to the function in which they are declared. അല്ലെ, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അകത്ത് മാത്രമേ നമുക്ക് നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇറ്റ് ഇസ് പ്രൈവറ്റ് ഓർ ലോക്കൽ ടു ആഡ് ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഫംഗ്ഷൻ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുകയും ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വേരിയബിൾ ഡിസ്ട്രോയ് ചെയ്യും കൂടെ അവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് വേരിയബിൾ എന്ന് പറയുന്ന ഒരു പേര് ഇതിന് വരുന്നത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് വേരിയബിൾ ആണെന്ന് ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കീവേഡ് കൊണ്ടൊന്നും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല ഇത് നമ്പർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണെന്ന്. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എടുത്തു പറയാം, ഓട്ടോ എന്ന് പറയുന്ന കീവേഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തതയായി. അതായത് നമ്പർ എന്ന് പറയുന്നത് ഒരു ഓട്ടോ വേരിയബിൾ ആണ്. ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വേരിയബിൾ ഫംഗ്ഷനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയാതെ, സ്റ്റോറേജ് ക്ലാസ്സുകളൊന്നും പറയാതെ വെറുതെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ഒരു ലോക്കൽ വേരിയബിൾ ആയിത്തീരും അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വേരിയബിൾ ആയിത്തീരും. ഡിഫോൾട്ടായിട്ട് ഓട്ടോ വേരിയബിൾ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓട്ടോ എന്ന് പറയുന്ന കീവേഡാണ് നമ്മൾ ഓട്ടോമാറ്റിക് വേരിയബിൾസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ഈ ഒരു ഫംഗ്ഷനകത്ത് മാത്രമേ അതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ 2 ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. വോയിഡ് ഫംഗ്ഷൻ 1, ഇത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വോയിഡ് ഫംഗ്ഷൻ 2. ഓക്കെ, ഇനി മെയിൻ ഫംഗ്ഷൻ, ഇതിനകത്ത് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റ് m ഈക്വൽ ടു 1000. ഓക്കെ, m ഈക്വൽ ടു 1000. ഇനി ഞാൻ ഫംഗ്ഷൻ 2ന് ഇവിടെ ഞാൻ കോൾ ചെയ്യാണ്. അതിനുശേഷം printf %d എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് എമ്മിൻ്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എന്തായി, മെയിൻ ഫംഗ്ഷനത്തെ കോഡ് ഞാൻ എഴുതി കഴിഞ്ഞു.
ഇനി ഫംഗ്ഷൻ 1 ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. വോയിഡ് ഫംഗ്ഷൻ 1 വോയിഡ് അതിനകത്ത് ഇന്റർ m ഈക്വൽ ടു 10. ഇത് മറ്റൊരു വേരിയബിൾ ആണ്. printf %d, m. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ 1ന്റെ ഡെഫിനേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഫംഗ്ഷൻ ആണ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. വോയിഡ് ഫംഗ്ഷൻ 2. ഈ രണ്ടാമത്തെ ഫംഗ്ഷനകത്തും ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇന്റർ m ഈക്വൽ ടു 100. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഫംഗ്ഷൻ 1നെ ഞാൻ കോൾ ചെയ്യുന്നു. അതിനുശേഷം printf %d, m. എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതിൽ ഞാൻ മെയിനായിട്ട് എത്ര ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്? fun1 എന്ന് പറയുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, ഫംഗ്ഷൻ 2 എന്ന് പറയുന്ന മറ്റൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, പിന്നെ ഒരു മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ കമ്പൈലർ ഇത് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഇത് രണ്ടും ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. ആയിക്കോട്ടെ, ഇനി മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് എത്തി. അപ്പോൾ ഇതാ നോക്കൂ, മെയിൻ ഫംഗ്ഷനകത്ത് ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ ലോക്കൽ വേരിയബിൾ ടു മെയിൻ ഫംഗ്ഷൻ അല്ലേ? ഇത് ഒരു ലോക്കൽ വേരിയബിൾ ആണ്. ഏത് ഫംഗ്ഷന്റെ? മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലോക്കൽ വേരിയബിൾ ആണ് m എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറിയിൽ ഒരു അഡ്രസ് ഉണ്ടാവും. 1001 ആണെന്ന് വിചാരിക്കുക. അതിന് m എന്ന് പറയുന്ന പേര് കൊടുത്തു. അതിലേക്ക് ഏത് വാല്യൂ സ്റ്റോർ ചെയ്തു? 1000 എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ കമ്പൈലർ സ്റ്റോർ ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്? ഫംഗ്ഷൻ 2 രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ 2ന്റെ ഡെഫിനിഷൻ എവിടെയാണോ അങ്ങോട്ടേക്ക് നമ്മുടെ കമ്പൈലർ മൂവ് ചെയ്യുന്നു. ഇതാണ് ഫംഗ്ഷൻ 2ന്റെ ഡെഫിനിഷൻ. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ഇതാ നോക്കൂ, മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ വേരിയബിൾ ആണോ? മെയിൻ ഫംഗ്ഷനത്തെ വേരിയബിൾ ആണോ? അല്ല, ഇത് m എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫംഗ്ഷൻ fun2 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലോക്കൽ വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ഓട്ടോ വേരിയബിൾ ആണ് m എന്ന് പറയുന്നത്. സോ എഗെയിൻ നമ്മുടെ കമ്പൈലർ മെമ്മറിയിൽ മറ്റൊരു സ്ഥലത്ത് m എന്ന് പറയുന്ന സെയിം പേരിൽ തന്നെ മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ 100 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? fun1 എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തു അല്ലെ? fun1 എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? കമ്പൈലർ എവിടെയാണോ fun1ന്റെ ഡെഫിനിഷൻ ഉള്ളത് അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. അവിടെ നോക്കിക്കേ, മറ്റൊരു വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. അത് 1005 ഉണ്ടാവുക. കാരണം ഇൻഡീജർ അല്ലേ, 2 ബൈറ്റ് വെച്ച് ഞാൻ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അലോട്ട് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. അവിടെ നോക്കൂ, m എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ ഉണ്ട്. അവിടെ 10 എന്ന് പറയുന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? fun1നകത്ത് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഏതായിരിക്കും ഏറ്റവും ആദ്യം ഔട്ട്പുട്ടിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്? ഇതായിരിക്കും ഏറ്റവും ആദ്യം പ്രിന്റ് ചെയ്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്. ഏതാ പ്രിന്റ് ചെയ്യുക? ഇത്. ക്ലിയർ ആയല്ലോ? ഈ m എന്ന് പറയുന്നത് fun1ന്റെ ലോക്കൽ വേരിയബിൾ ആണ്. ഈ m എന്ന് പറയുന്നത് fun2ന്റെ ലോക്കൽ വേരിയബിൾ. ഈ m എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷന്റെ ലോക്കൽ വേരിയബിൾ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഏറ്റവും ആദ്യം വരിക ഇതായിരിക്കും അല്ലെ? 10 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഏറ്റവും ആദ്യം പ്രിന്റ് ചെയ്ത് വരിക. ഇനി ഈ fun1നെ എവിടെയാ കോൾ ചെയ്തിരിക്കുന്നത്? fun2വിലോട്ട് അല്ലെ? അപ്പോൾ fun1നെ കോൾ ചെയ്യുമ്പോൾ fun1ന്റെ ഫുൾ എക്സിക്യൂഷൻ കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് fun2വിലേക്ക് എത്തി. fun2വിലത്തെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു. fun2വിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? printf m. ഏതെമ്മ പ്രിന്റ് ചെയ്യിപ്പിക്കുക? ഈ m. ഓക്കെ, അതായത് fun2വിന് ഒരിക്കലും fun1നകത്ത് 10 എന്ന് പറയുന്ന വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? fun1ത്തെ m എന്ന് പറയുന്ന വേരിയബിളിനെ fun2വില് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ m എന്ന് പറയുന്ന ഈ വേരിയബിൾ fun1ന്റെ ലോക്കൽ വേരിയബിൾ ആണ്. ഇറ്റ് കാൻ ബി ആക്സസ്ഡ് ബൈ സം അതർ ഫങ്ഷൻസ്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ ഏതാണ് പ്രിന്റ് ചെയ്യുക? fun2വിലെ m എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ. അപ്പോൾ ഇവിടെ 100 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യാം. ഇനി fun2 എവിടെയാ? ഇനിയിപ്പോൾ നോക്കൂ, fun2വിന്റെ ഫുൾ ഡെഫിനിഷൻ കഴിഞ്ഞു. ഇനി fun2വിനെ ആരാ കോൾ ചെയ്തത്? മെയിൻ ഫംഗ്ഷനിലാണ് കോൾ ചെയ്തത്. മെയിൻ ഫംഗ്ഷനിലത്തെ fun2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ മെയിൻ ഫംഗ്ഷനിൽ ബാക്കിയുള്ളത്? printf m. ഏതെന്നായിരിക്കും പ്രിന്റ് ചെയ്യിപ്പിക്കുക? മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലത്തെ m എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ, ദാറ്റ് ഈസ് 1000.
ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ 3 ലോക്കൽ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷന്റെ ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ് എം, അതിന്റെ വാല്യൂ 1000. ഫൺ 1ന്റെ ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞു ഡിഫോൾട്ട് ആയിട്ട് നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി an ഓട്ടോമാറ്റിക് വേരിയബിൾ. ഓക്കെ, ഇത് എം എന്ന് പറയുന്നത് ഫൺ 1ന്റെ ലോക്കൽ വേരിയബിൾ ആണ് വിച്ച് ഹാസ് എ വാല്യൂ ഓഫ് 10. ഫൺ 2വിനകത്ത് ലോക്കൽ വേരിയബിൾ അല്ലെങ്കിൽ എന്താ പറയുക ഇന്റേണൽ വേരിയബിൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ് എം, അതിന്റെ വാല്യൂ 100. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. സ്റ്റോറേജ് ക്ലാസിന്റെ ഒന്നാമത്തെ കാറ്റഗറിയാണിത്, ഓട്ടോമാറ്റിക്. അപ്പൊ ഇതിൽ നോക്കൂ, ഇതിന്റെ സ്കോപ്പ് നമുക്കൊന്ന് പറയാം. ഇപ്പോ ഈ ഫൺ 1 നോക്കുക. ഈ എം എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് വേരിയബിളിന് ഇതിനകത്ത് മാത്രമല്ലേ സ്കോപ്പ് ഉള്ളൂ. ഈ എമ്മിന് ഫൺ 2വിനോ മെയിൻ ഫംഗ്ഷനോ ആക്സസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷനകത്താണോ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ ഫംഗ്ഷനകത്ത് മാത്രമേ ഇതിന്റെ സ്കോപ്പ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഇതിന് ഇനീഷ്യൽ വാല്യൂ, അതായത് ഇപ്പൊ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ m = 10 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ ഞാൻ വാല്യൂ ഒന്നും അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും, ഒരു അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും ഈ ലോക്കൽ വേരിയബിളിന് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയബിളിന് അസൈൻ ചെയ്ത് വരിക, ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിന് ലൈഫ് ടൈം എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ഈ ഫൺ 1 എന്ന് പറയുന്നത് കോൾ ചെയ്തു, ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴാണോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് അപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും എപ്പോഴാണോ ഈ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയും കൂടെ ചെയ്യും. സോ ഈ ഓട്ടോ വേരിയബിളിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷനകത്ത്, അതായത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ലൈഫ് തുടങ്ങും, ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞ് ഈ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ ഇതിന്റെ ലൈഫ് ടൈം അവിടെ അവസാനിക്കുകയും കൂടെ ചെയ്യുന്നു. അതാണ് ഓട്ടോമാറ്റിക് വേരിയബിളിന്റെ പ്രത്യേകത. ഓക്കെ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞു. വി ഹാവ് 4 ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ക്ലാസ്സസ്. അതിലത്തെ ഒന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ് ആണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. അതിൻ്റെ സ്കോപ്പും ഡിഫോൾട്ട് ഇനീഷ്യൽ വാല്യൂവും ആൻഡ് വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്സ് ലൈഫ് ടൈം. ഓക്കെ, താങ്ക് യു.